السلام عليكم ورحمة الله. اللهم اجعلنا من المتعلمين الفائزين الأخرويين. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله أما بعد. മഹില്ലി 3-ാം വാള്യം 57-ാം പേജ്. വലാ യുസാഫിറു, ഖിറാദിലെ ആമിൽ സഫർ പോകാൻ പാടില്ല. ബിൽമാലി, ഖിറാദിൻ്റെ സ്വത്തുമായിട്ട്. ബിലാ ഇതിനിൻ, മാലിക്കിൻ്റെ അനുവാദമില്ലാതെ സഫർ പോകാൻ പാടില്ല. കാരണം എന്തേ? ലിമാഫിഹി, അങ്ങനെ സഫർ പോകുന്നതിൽ ഉണ്ടായ ഒന്നിനു വേണ്ടി, ഉണ്ടായെന്നതിനാൽ മിനൽ ഖത്തരി, അപകടമുള്ളതിന് വേണ്ടി. ഈ സ്വത്ത് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്, അതിനെ വിരിക്കുന്നത്. അതായത് തഹരീദ് തലഫി, അത് നശിച്ചു പോകലിലേക്ക് വെളിവാക്കലുണ്ട്. ഫലു സാഫർ, അങ്ങനെ സഫർ പോകാൻ പാടില്ല എന്ന് വെക്കുമ്പോൾ വല്ല ആമിലും സഫർ പോയാൽ, ബിഹി ഖിറാദിൻ്റെ സ്വത്തുമായിട്ട് സഫർ പോയാൽ, മിൻ ഖൈരി ഇതിനിൻ, മാലിക്കുന്ന അനുവാദം വാങ്ങാതെ സഫർ പോയാൽ, ലമിന, ആമിൽ ഉത്തരവാദിയാകും ലഹു, ആ സ്വത്തിനേക്ക്. ആ സ്വത്തിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഓന് അത് കൊടുക്കേണ്ടിയിരുന്ന അർത്ഥം. ഖാലഫി റൗദത്തി, റൗദ നബി റളിയല്ലാഹു അൻഹു പറഞ്ഞു, വൈദാ സാഫറ, ആമിൽ സഫർ പോയാൽ, ബിൽ ഇതിനി, മാലിക്കിൻ്റെ അനുവാദത്തോടു കൂടി സ്വത്തുമായിട്ട് സഫർ പോയാൽ, ലം സഫറുഹു, അങ്ങനെ സമ്മതത്തോടി പോവുകയാണെങ്കിൽ തന്നെ സഫർ പോയാൽ ജായിസല്ല. ഫിൽ ബഹരി, കടലിൽ കൂടുള്ളതായിരിക്കുന്ന സഫർ പറ്റൂല. ഇല്ലാ ബിനസ്സിൻ അലൈഹി, ആ കടലിൽ കൂടിൻ്റെ സഫർ പോകാൻ പ്രത്യേകം തുറന്ന് പറയും. ഈ സഫർ, ഞാൻ സഫർ പോട്ടെ എന്ന് ചോദിച്ചു, ആ പോയിക്കോന്ന് പറഞ്ഞ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹറിൽ പോകാൻ പാടില്ല, മറിച്ച് ബഹറിൽ കൂടി പോയിക്കാൻ തുറന്ന് പറയുന്നേ വേണം. അപ്പം മുറാദു, ഇവിടുത്തെ ബഹർ കൊണ്ടുള്ള ഉദ്ദേശമാവുന്നതിൽ മിൽഹു, മിൽഹിൻ്റെ ബഹറാണ്. ഉപ്പ് തണ്ണിയുള്ള അതാണല്ലോ കൂടുതൽ വെള്ളം ഉണ്ടാകുക, അല്ലാതെ മറ്റേ പുഴയല്ല എന്നർത്ഥം. പുഴയും വലിയ പുഴ ആണെങ്കിൽ എൻ്റെ ഹുക്മിനാണെന്ന് പിന്നെ ഉജീരിമിലൊക്കെ പറയുന്നുണ്ട്. വലാ യുംഫിക്കു, ആമിൽ ചെലവ് എടുക്കാൻ പാടില്ല, ചെലവഴിക്കാൻ പാടില്ല. മിൻഹു, ഖിറാദിൻ്റെ സ്വത്തിൽ നിന്ന്, അലാ നഫ്സി, ആമിൻ്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി. ഓൻ ചായ അടിക്കാനും ചോറ് കഴിക്കാനും റൊമു വടക്കൊന്നും ഈ ഖിറാദിൻ്റെ സ്വത്ത് എടുക്കാൻ പറ്റൂല. ഹദർ, നാട്ടിൽ നിന്ന് ഏതായാലും പറ്റൂല. വക്കത, നാട്ടിൽ നിന്നും പറ്റില്ലാണെങ്കിൽ തർക്കമില്ല. നാട്ടിൽ നിന്നും പറ്റാത്ത മാതിരി തന്നെയാണ് സഫറൻ, സഫറിലും സ്വന്തം നഫ്സിന് വേണ്ടി ചെലവഴിക്കാൻ പാടില്ല. പക്ഷേ അവിടെ ഖിലാഫുണ്ട്. ഫിൽ അദ്ഹരി, ഷാഫിയാമിൻ്റെ അദ്ഹറായ കൗല് പ്രകാരം സഫറിൽ പറ്റൂല. എന്തേ ഓന് സ്വന്തം നഫ്സിനും വേണ്ട ആവശ്യത്തിന് ഖിറാദിൻ്റെ സ്വത്ത് എടുക്കാൻ പാടില്ല എന്നറിയാൻ കാരണം, ഈ അന്നലഹു, ആമിലേക്ക് കിട്ടുന്നുണ്ടല്ലോ, നസീബമിനെ റിബി, ലാഭത്തുനിന്നൊരു വീതം കിട്ടുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് ഇനി ഇത് വേറെ എടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. ആ ലാഭത്തിൽ നിന്ന് വേറെ കിട്ടുന്നുണ്ടെന്ന് നോക്കുമ്പോൾ ഫലാ യസ്തഹിഖു, അപ്പോൾ ഈ ആമിൽ അവകാശമാക്കുന്നില്ല ഷെയ്യൻ ആഹറ, ഈ ലാഭമല്ലാത്ത വേറൊരു ഷീനി, ലാഭമല്ലാത്തപ്പെട്ടാണ് നഫ്ക, അപ്പോൾ നഫക്കൊന്നും എടുക്കാൻ പാടില്ല എന്നാണ് അൽഹർ. ബസാനി എന്ന അൽഹറിന് മുഖാബിലായിരിക്കുന്ന കൗലി ഓല് പറഞ്ഞത് യുംഫിക്കു, മാലിക്കിൻ്റെ സമ്മതപ്രകാരം സഫർ പോയ ആമിലേക്ക് ചെലവഴിക്കാമെന്നാണ്. മിൻഹു, ഖിറാദിൻ്റെ സ്വത്തിൽ നിന്ന് ചെലവഴിക്കാം. ഒരു കതിറിനെ, അങ്ങനത്തെ കതിറാണ്. യസീദു, ആ കതിർ വർദ്ധിക്കും. സോബി സഫരി, സഫർ പോകുന്ന കാരണം കൊണ്ട് നാട്ടിൽ നിൽക്കുകയാണെങ്കിൽ അതിലേക്ക് ആവശ്യമാവില്ല, സഫർ പോകുമ്പോൾ ആവശ്യമാവുകയും ചെയ്യുന്ന സ്പെഷ്യൽ ചെലവുണ്ടല്ലോ, അതൊക്കെ ഈ ഖിറാദിൻ്റെ സ്വത്തിന് എടുക്കാമെന്നാണ് അദ്ഹറിൻ്റെ മുക്കാബില. സഫറിൻ്റെ കാരണം കൊണ്ട് യാസ്തിയാകുന്ന ചെലവിൻ്റെ ഉദാഹരണം ഇതുപോലെ, കൽ ഹുഫി, ഹുഫ പോലെ, കാലിന് തിരിക്കുന്ന, വല്ലിതാവത്തി, ശുദ്ധിയാക്കാനുള്ളതായിരിക്കുന്ന പാത്രം പോലെ, ഉതെടുക്കാനും മറ്റൊക്കെ ഉള്ള പാത്രം പോലെ, ഇങ്ങനത്തെയൊക്കെ സഫറിൻ്റെ ആവശ്യം. നാട്ടിലാണെങ്കിൽ ഇതിനൊന്നും ആവശ്യമില്ല. അപ്പോൾ പിന്നെ ഇതൊക്കെ ഖിറാദിൻ്റെ സ്വത്തിന് എടുക്കാമെന്നാണ് അവർ പറഞ്ഞത്. ഖാലഫി റൗദത്തി, റൗദ നബി റളിയല്ലാഹു അൻഹു പറഞ്ഞു, വസിയാദത്തിൻ നഫഖത്തി, ജാസ്തിയായ ചിലവ്, നാട്ടിലുള്ളതിനേക്കാൾ ഏറെ ചിലവ് വേണ്ടിയില്ലല്ലോ ഈ സഫറിലാകുമ്പോൾ. നാട്ടിലിപ്പോൾ ചിലത് സാധനങ്ങൾക്കൊക്കെ ചിലപ്പോൾ വില കൂടിയും മറ്റൊക്കെ ചെയ്യും, അതൊക്കെ എടുക്കാമെന്ന്. അതുപോലെ ലിബാസി, ലിബാസിൻ്റെ വർധനവ്, നാട്ടിലുള്ളതിനേക്കാൾ ഏറെ വസ്ത്രം വേണ്ടിയില്ലല്ലോ സഫറിൽ. പൽ കിറായി, അതുപോലെ തന്നെ കൂലി, ലഗേജുകളും മറ്റൊക്കെ വേണ്ടിവരും. വനഹവിഹ, ഈ നഫക്ക, ലിബാസ്, കിറാവ് പോലത്തതായിരിക്കുന്ന എന്തെല്ലാം ഉണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇന്ദഹ, റൗദയിൽ പറഞ്ഞു തീർന്നു. വയക്കൂനു ദാലിക ബിൽ മാറൂഫി, വയക്കൂനു ദാലിക, അപ്പോൾ ഈ പിന്നെ അൽഹറിൻ്റെ മുക്കാബിലക്കാർ പറഞ്ഞത് സഫറിൻ്റെ കാരണം കൊണ്ട് ഏറിയ ചിലവൊക്കെ എടുക്കാമെന്നില്ല. പക്ഷേ ആ ഏറിയ ചിലവ് എടുക്കുമ്പോൾ ആ ചിലവെടുക്കലാകണം ബിൽ മാറൂഫി, മാറൂഫോട് ബന്ധപ്പെട്ടത് കാണും. ഓവർ ആയിട്ട് അതിനെ മുടിപ്പിക്കുന്ന മാതിരി എന്നും ബിരിയാണി പോലത്തെ ഒക്കെ അടിച്ചിട്ട് അങ്ങനെ വണ്ടമാന പൈസ എടുക്കാൻ പാടില്ല. സാധാരണ ഉറുഫിൽ അറിയപ്പെട്ട എത്രയാണോ അത്രേ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ യൂസബു സാനി പ്രകാരം പറയുകയാണ്, അങ്ങനെ ആ സഫറിൻ്റെ കാരണം കൊണ്ട് ഏറിയതായിരിക്കുന്ന ആ കതിറിനെ കണക്കാക്കപ്പെടണം രിബിഹി, ലാഭത്തുനിന്ന്. അപ്പോൾ ലാഭം ഇപ്പോൾ ഒരു 1000 റുപ്യ കിട്ടിയാൽ ചിലവ് 200 റുപ്യ ആയിരിക്കണമെങ്കിൽ അപ്പോൾ 800 റുപ്യ ലാഭം കാണിക്കുള്ളൂ അവിടെ. ലിയന്നഹു, എന്താ അങ്ങനെ എടുക്കാമെന്ന് ഇവർ പറയാൻ കാരണം,
എന്നഹു കാരണം ഈ ആമിലാകുന്നത് എങ്കത്ത അവൻ മുറിഞ്ഞിരിക്കുന്നു ബിസഫരി സഫർ പോയ കാരണം കൊണ്ട് അനിൽ കസ്ബി അനി തക്കസുബി നഫ്സി സ്വന്തം നഫ്സിന് എന്തെങ്കിലും സമ്പാദിക്കുന്ന തൊട്ട് സ്വന്തം നാട്ടിൽ നിൽക്കുകയാണെങ്കിലും അവനക്ക് അവൻ്റെ സ്വന്തം ആവശ്യത്തിന് സമ്പാദിക്കാൻ കഴിയുന്നില്ല. കച്ചവടം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ടീമിൽ സഫറിലാകുമ്പോൾ ഒന്നും കഴിയൂലല്ലോ. അതുകൊണ്ട് ഈ ഏറുള്ളതൊക്കെ അവനക്ക് എടുക്കാമെന്നാണ് താനി. ഫൈലം യഹ്സുൽ റിബുഹുൻ, അപ്പം ലാഭത്തിൽ നിന്ന് എടുക്കണം എന്നല്ലേ പറഞ്ഞത്. ഇനി ലാഭം കിട്ടിയില്ലെങ്കിലോ ഫഹുവ, എന്നാൽ ഈ യാത്രയിൽ വന്നതായിരിക്കും ഏറെ ചിലവാകുന്നത് ഖുസ്റാനുൻ, അത് നഷ്ടമായിട്ട് വരും. എങ്ങനത്തെ നഷ്ടമാണ്? ലഹിക്കൽ മാല, കിറാദിൻ്റെ സ്വത്തിനോട് ചേർന്നതായ. അപ്പം കിറാദിൻ്റെ സ്വത്ത് ഇപ്പോൾ ഒരു 10,000 റുപ്യ കൊടുത്തിരുന്നു കച്ചവടം ചെയ്യാൻ. അതിലിപ്പോൾ ഈ സഫറിനും വേണ്ടി ഇപ്പോൾ 1,000 ചിലവായി പോയി, ലാഭട്ട് കിട്ടിയിട്ടുമില്ല. ചിലപ്പോൾ കിറാദിൻ്റെ സ്വത്തിന് 9,000 ഉള്ളൂ എന്ന് വരും, 1,000 കുറഞ്ഞിട്ട് കൂട്ടും. വലു ഷറത്ത അല്ലെങ്കിൽ വലു സുരിത്ത, കിറാദിൽ വെച്ച് ഷർത്താക്കപ്പെട്ടു നഫക്കത്തു സഫരി, സഫറിൻ്റെ നഫക്ക ഉണ്ടാകണമെന്ന് ഷർത്താക്കപ്പെട്ടാൽ ഫിൽ അഖദി, കിറാദിൻ്റെ അഖദിൽ തന്നെ ഈ കച്ചവടത്തിനും വേണ്ടി സഫർ പോകേണ്ടി വന്നാൽ എൻ്റെ ചിലവ് എനിക്ക് കിട്ടണം എന്ന് ഷർത്താക്കപ്പെട്ടാൽ സുഹ, ആ ഷർത്താക്കൽ ശരിയാണ്. അലസാനി അസൂറിൻ്റെ മുക്കാവിൽ പ്രകാരം സഫറിലുള്ളതായിരിക്കും നേരെ സഫർ ഉണ്ടാകുന്നുള്ള ഒരു പ്രകാരം. ഫസദ ഫസദ അങ്ങനെ ഷർത്താക്കിയാൽ ആ കിറാദ് ഫാസിദാണ് അല്ലവലി, സഫറിൽ പ്രത്യേകമൊന്നും കിട്ടൂല എന്ന് പറഞ്ഞതായിരിക്കുന്ന അസൂർ പ്രകാരം. കഷർത്തി നഫക്കത്തിന് ഹവരി, നാട്ടിലെ നഫക്ക വേണം എന്ന് ഷർത്താക്കിയാൽ ഫാസിദാകുമല്ലോ, എൻ്റെ മേൽ ഗ്യാസായിട്ട് ഇതും ഫാസിദാകുന്നതാണ് അവര് പറഞ്ഞത്, ചതുവർ പറഞ്ഞത്. വാലൈഹി, ഇനി ആമിൻ്റെ മേൽ നിർബന്ധമാണ്, ഓൻ്റെ ഡ്യൂട്ടിയാണ്, ഓൻ്റെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതാണ് ഫെയിലുമാ യൂത്താദോ, സാധാരണ ആമിലീങ്ങളെ ഭാഗത്തുനിന്ന് ആദത്താക്കപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യണം. അങ്ങനെ ഒരു കിറാദിൽ ആമിലിന് പതിവാക്കപ്പെട്ട കാര്യങ്ങൾക്ക് ഉദാഹരണം ഇതുപോലെ തയ്യസോബി, വസ്ത്രങ്ങളൊക്കെ മടക്കി വെക്കുക, കസ്റ്റമർക്ക് നിവർത്തി കൊടുക്കേണ്ടി വരും, ഓരോ ഇട്ട ചുവം പിന്നെ അവർക്ക് എടുത്ത് ശരിയാക്കി വെക്കുക. പക്കത്തക്കത്തമ്മ അങ്ങനെ തയ്യസോബ് പോലത്തെ കാര്യം ചെയ്യൽ നിർബന്ധം എന്നുള്ള കാര്യം 52-ാമത്തെ പേജ് കഴിഞ്ഞ് പോയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഇത് പറയുന്നതിന് ശേഷം പറഞ്ഞതിൻ്റെയൊക്കെ ഒരു മുഖവരയിൽ പറഞ്ഞാണ്. അപ്പം അങ്ങനത്തെ തയ്യ് പോലത്തെ ആദത്തായത് ചെയ്യണം. അതുപോലെ തന്നെ വസ്നുൽ ഖഫീഫി, ലളിതമായ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഓതന്നെ തൂക്കി കൊടുക്കണം, അതിനൊന്നും വേറെ ആളാക്കരുത്. ബിർ റഫി വസിനു എന്നാണ് വായിക്കേണ്ടത്, വസിനി എന്നല്ലാതെ. അപ്പം വസിനിയൊക്കെ തയ്യിൻ്റെ മേലെ അത്ഫയി പോകുക, അങ്ങനെ ചിലപ്പം തോണിയേക്കും, അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും, അത് ശരിയല്ല. ഇവിടെ വസിനു ഫീലുവിൻ്റെ മേലെ അത്ഫാക്കിയിട്ട് വസിനു തന്നെ വായിക്കണം. അങ്ങനെ ഹഫീഫായ വസ്തുക്കൾക്ക് ഉദാഹരണം ഇതുപോലെ കദ്ഹബിൻ, സ്വർണം, മിസ്കിൻ, കസ്തൂരി, ഇങ്ങനത്തെ ലളിതമായ സാധനങ്ങളൊക്കെ ആമിൽ തന്നെ തൂക്കി കൊടുക്കണം. ലല്ലംതിയത്തി സഖീലത്തി, എന്നാൽ നല്ല വെയിറ്റുള്ളതായിരിക്കുന്ന ഭാരമുള്ളതായിരിക്കുന്ന വസ്തുക്കളല്ല, അത് ആമിൻ്റെ മേൽ നിർബന്ധമല്ല. എന്താ അതെല്ലാം അറിയാൻ കാരണം ഫരീസ അലിഹി വസ്നുഹ, ആമിൻ്റെ മേൽ അങ്ങനത്തെ ഭിന്നുള്ളതായിരിക്കുന്ന വസ്തുക്കളൊന്നും തൂക്കി കൊടുക്കൽ നിർബന്ധമല്ല. വനഹുഹു, അപ്പം ആദത്തായിരിക്കുന്ന വസ്ത്രം മടക്കി വെക്കുക, ലളിതമായ സാധനങ്ങളൊക്കെ തൂക്കി കൊടുക്കുക. വനഹുഹു, അതുപോലത്തെ കാര്യങ്ങളും ആമിൻ്റെ മേൽ നിർബന്ധമാണ്. ബിർ റഫിയാടി നെഹബു എന്നാണ്. അപ്പം ഫീലുൻ്റെ ലത്ഫവും ലബത്തിൽ മുസ്ലിഫ്, മുസ്ലിഫ് അങ്ങനെ ലബത്താക്കിയതാണ് നെഹബൂന്ന്. ഇനി വേറെ എന്തെങ്കിലും ഇങ്ങനെ ഒക്കൂലെന്നും പറഞ്ഞു ഇത്ര ഇതാക്കണ്ട, മുസ്ലിം പറയാൻ പറഞ്ഞാണ്. അപ്പം നെഹു എന്ന് പറഞ്ഞാൽ അത് നെഹു വസ്നിഹ എന്നാണ്. അപ്പോൾ ഹൂൻ്റെ അൽമീർ വസിനിലേക്കാണ്. ആ ഹഫീഫായ വസ്തുക്കളെ തൂക്കൽ പോലത്തത്. ഹഫീഫായ വസ്തുക്കളെ തൂക്കൽ പോലത്തതിൻ്റെ ഉദാഹരണം ആകുന്നത് ഹംലിഹ, ഈ ചരക്കുകളെ കിറാദിലെ ചരക്കിനൊക്കെ ചുമക്കും പോലെ, അപ്പം നഖിഹ, അതുപോലെ അതിനെ നീക്കും പോലെ. എവിടെ നീക്കുക? മിനൽ ഖാനി, ഗോഡൗണിൽ നിന്ന് നീക്കുക, എൽ ഹാനൂത്തി, പീടികയിലേക്ക്. സാധനം വിൽക്കുന്ന ആൾക്കാർ കസ്റ്റമറൊക്കെ വരുന്ന സ്ഥലത്തിനാണല്ലോ ഹാനൂത്ത് അറിയാം, മറ്റേ സാധനം സ്റ്റോക്ക് ചെയ്യുന്ന സ്ഥലമാണ് ഖാന്. വനഹവു ഐനഹവു വസ്നിയ വമ, എന്നാൽ ഒന്നാകുന്നു എങ്ങെന്താണ് ലാ യൽസമുഹു, അത് ആമിലേക്ക് നിർബന്ധമല്ല. അപ്പം നേരത്തെ പറഞ്ഞല്ലോ സക്കീലായിരിക്കുന്ന വസ്തുക്കളെ ചുമക്കുക അത് നിർബന്ധമല്ല എന്ന് പറഞ്ഞു. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ആകുന്നത് ലഹു ആമിലേക്കുണ്ടല്ലോ ഇസ്തിജാർ വലി, എത്തരം കാര്യം ചെയ്യാൻ വേണ്ടി വേറെ ആളെ വാടകയ്ക്ക് വിളിക്കുക. ആ എന്തെന്നാ വാടകയ്ക്ക് വിളിക്കുക? മാൽ കിറാദ്, കിറാദിൻ്റെ സ്വത്ത് നിന്ന് കൊടുക്കുക. ഈ ആമിൽ ചികിത്സ നിർത്തും കഴിഞ്ഞ് വാടകയ്ക്ക് വിളിക്കേണ്ടെന്ന് അർത്ഥം. ഇനി വലു ഫാലഹു, ആമിൽ തന്നെ ഈ നിർബന്ധമല്ലാത്ത കാര്യം ചെയ്തു,
ഈ ഭാരമുള്ളതായിരിക്കുന്ന വസ്തുക്കൾ ചുമക്ക് പോലത്തെ കാര്യം ആമിലെന്നെ നിർവഹിച്ചാലോ, പിന്നെ നഫ്സിയുടെ സ്വന്തം നഫ്സ് കൊണ്ട് പറഞ്ഞാൽ വേറെ ആളെ വാടകയ്ക്ക് വിളിച്ചില്ല എന്നാൽ ഫലാ ഉജ്റത്തിലും, അപ്പോൾ അതിൻ്റെ കൂലി വാങ്ങാൻ പറ്റൂല. വേറെ ആളെ വിളിക്കുകയാണെങ്കിൽ അവനക്ക് ആ കൂലി കൊടുക്കാമെന്നല്ലാതെ ഓൻ തന്നെ ചെയ്യുകയാണെങ്കിൽ കൂലി വാങ്ങാൻ പറ്റൂല. വമാ ലാ യൽസമുഹു, വമാ എന്ന ഒരു പ്രവൃത്തി, യൽസമുഹു വമാ ഒരു പ്രവൃത്തി എന്ന് പറഞ്ഞാണ് യൽസമുഹു, ആ പ്രവൃത്തി ആമിലേക്ക് ചെയ്യൽ നിർബന്ധമാണ്. നേരത്തെ പറഞ്ഞ ആദത്തായിരിക്കുന്ന തയ്യ് സൗബ്, അവരെ ഹഫീഫാദിനെ വസ്തുക്കളെ തൂക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ആകുന്നത് ലവിസ്തുജറ, അത്തരം കാര്യം ചെയ്യാൻ വേണ്ടി ആമിൽ വാടകയ്ക്ക് വിളിച്ചാൽ മൻഫാരു, അങ്ങനത്തെ ആമിൽ ചെയ്യേണ്ട കാര്യം ചെയ്യുന്ന ഒരാളെ പുറത്തുനിന്ന് വാടകയ്ക്ക് വിളിപ്പിച്ചാലോ ഫല്ലുജ്റത്തു, എന്നാൽ ആ തൊഴിലാളിക്ക് കൊടുക്കേണ്ട ഉജ്റത്ത് മിമ്മാലിഹി, അത് ആമിലിൻ്റെ കിഷന്നെടുത്ത് കൊടുക്കണം, അല്ലാതെ കിറാദിനെ സ്വത്തെടുത്ത് കൊടുക്കാൻ പറ്റൂല. വൽ അദ്ഹറു, എന്നാൽ അദ്ഹറായ കൗലാകുന്നത് അന്നൽ ആമില, നിശ്ചയമായിട്ടും കിറാദിൽ ആമിലാകുന്നത് യംലിക്കു, അവൻ ഉടമയാക്കുമെന്നാണ് ഹിസ്സത്തുഹു മിന റിബിഹി, ലാഭത്തിൽ നിന്നുള്ളവൻ്റെ വിഹിതത്തിന് എങ്ങനെ ഉടമയാക്കും? ബിൽ ഖിസ്മത്തി, ഓരി വെക്കൽ കൊണ്ട്. ഇപ്പോൾ ഒരു 10,000 റുപ്യയും കച്ചവടത്തിന് കൊടുത്തത്, അപ്പോൾ ഒരു 1,000 ലാഭം, 11,000 റുപ്യ കിട്ടിയാൽ 1,000 ലാഭമായല്ലോ. എന്നാൽ അതോടുകൂടി തന്നെ ആമിലേക്ക് അല്ല, അങ്ങനെ പിന്നെ ഒരിതാവില്ല, മറിച്ച് ഊരിച്ചെങ്കിലേ ആവുള്ളൂ എന്ന്. ലാഭിൽ ലുഹൂരി, ലാഭം വെളിവാകലും ഉണ്ടല്ലോ. വെളിവാക പറഞ്ഞാൽ ഇപ്പം കച്ചവടത്തിൻ്റെ നേക്ക് നോക്കിയാൽ മനസ്സിലാവില്ല ഇത്ര പൈസ അധികത്തിന് വിറ്റാൽ ഉണ്ടാവും, ഇത്ര ലാഭം വന്നിക്കണം. അത് വെളിവാകലോട് ഓനെ എടുക്കാൻ പറ്റില്ല, രണ്ടാമത് ഊരിച്ചിട്ട് എടുക്കാൻ പറ്റുള്ളൂ. വസ്താനി, എന്നാൽ അദ്ഹറിന് മുക്കാബില ബിൽ ലുഹൂരി ലിരിബി, ലാഭം വെളിവാകലോടുകൂടി തന്നെ ആമിൽ ഉടമയാക്കുവാൻ്റെ വിഹിതത്തിനേതാണ്. കൽ മാലിക്ക്, മാലിക്കിനെ പോലെ പിന്നെ ലാഭം വെളിവാകലോട് തന്നെ ആമിൽ മിൽക്കാക്കല്ലോ, അല്ല മാലിക്ക് മിൽക്കാക്കല്ലോ എന്ന മാതിരി തന്നെ ആമിലും മിൽക്കാക്കും. ലാക്കിന്നഹു, അപ്പോൾ സാനിക്കാർ മിൽക്കാക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും സാനിക്കാർ പറയുന്നത് ആ ലുഹൂറ് കൊണ്ട് ആമിൽ ഉണ്ടാകുന്ന മിൽക്കാകുന്നത് മിൽക്കുന്നു ഹൈറു മുസ്തഖീരിൻ, അതിൽ ഉറക്കാത്ത മിൽക്കാണ്. എന്താ ഉറക്കാത്ത മിൽക്ക്? എങ്ങനത്തെ ഉറക്കാത്ത മിൽക്ക്? ലാ തസല്ലത്തുല്ല തസറുഫി, ആ മിൽക്കിൻ്റെ അടിസ്ഥാനത്തിൽ ക്രയം ചെയ്യാനൊന്നും അധികാരം ഉണ്ടാവില്ല, വേറെ ആൾക്ക് വെക്കാനും കൊടുക്കാനും പറ്റില്ല. ആ എന്താ ഉറക്കാത്തതെന്ന് പറയാൻ കാരണം ഇഹ്തിമാൽ ഹുസ്രാനി വാതായിക്ക, ഇപ്പം ലാഭം വെളിവായിക്കണം, പക്ഷെ നാളെ ചിലപ്പോൾ നഷ്ടം പറ്റാലോ, അപ്പോൾ ഈ ലാഭമായിട്ട് പോയില്ലേ, അതുകൊണ്ടാണ്. വാലൽ അവലി, എന്നാൽ അവര്, അതായത് കിസ്മത്ത് കൂടി മാത്രമേ ലാഭം മാലിക്ക് ആമിലേക്ക് ഉണ്ടാവുള്ളൂ, ലുഹൂർ കൊണ്ട് ഉണ്ടാവില്ല എന്ന അദ്ഹർ പ്രകാരം ലഹു, ആമിലേക്ക് ഉണ്ടാകും, ഫീഹി, ഈ വെളിവായ ലാഭത്തിനുണ്ടാകും, ഖബല കിസ്മത്തി, ഓരി വെക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ഉണ്ടാകും, ഹക്കുൽ മുഅക്കദുൻ, ശക്തമാക്കപ്പെട്ട ഒരു അവകാശം ഉണ്ടാവും. എങ്ങനത്തെ ഹക്കാണ്? യൂറസു അൻഹു, ആ ഹക്കിനെ ഈ ആമിലിനെ തൊട്ട് അന്തരെടുക്കപ്പെടും. ഇപ്പോൾ ഒരു ആമിൽ ഓനിങ്ങനെ കച്ചവടം ചെയ്തപ്പോൾ ഓരിന്ന് വെച്ചിട്ടില്ല, അപ്പോൾ ലാഭം ഒരു 10,000 റുപ്യ ലാഭം അതിൽ വെളിവായിക്കണം. അപ്പം ആമിലേക്ക് മിൽക്കായിട്ടില്ലല്ലോ അതൊരു പ്രകാരം, എന്നാലും അത് ഓരി വെക്കുന്നതിന് മുമ്പ് ആമിലാണ്ട് മരിച്ചു, എന്നാൽ ആ വെളിവായ വിഹിതം ഓരി വെച്ചിട്ടിന് ഓരോ വാരിധ്യം കിട്ടും. ഇപ്പോൾ യുക്കത്തവും ബിഹി, മാത്രമല്ല ആ വെളിവായ ലാഭത്തിന് നിന്ന് ആമിന് കിട്ടേണ്ട ഹക്ക് കൊണ്ട് മുന്തിക്കപ്പെടുകയും ചെയ്യും. അല്ലെങ്കിൽ ഹുറമായി, മറ്റുള്ളതായിരിക്കുന്ന കടക്കാരേക്കാൾ മുന്തിക്കുകയും ചെയ്യും. അത് സ്വത്ത് എല്ലാ കടക്കാർക്കും ഊരിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഉള്ളതനുസരിച്ച് ഊരി അല്ല ചെയ്യാം, എന്നാൽ ബാക്കിയുള്ള കടക്കാർക്ക് കൊടുക്കുന്നതിന് മുമ്പ് എൻ്റെ ഈ ആമിൻ്റെ വിഹിതം കൊടുക്കേണ്ടി വരും. എന്താ അതിനെ മുന്തിക്കാൻ കാരണം? തഅല്ലുഖിഹി, കാരണം ഈ ഹക്ക് ബന്ധപ്പെട്ടതിന് വേണ്ടി ബിൽ ഐനി, ഖിറാദിൻ്റെ അയിനുമായി ബന്ധപ്പെട്ടതാണല്ലോ. അതിനുമായി ബന്ധപ്പെട്ടതിനെ മറ്റുള്ള കടത്തിനേക്കാൾ മുന്തിക്കണമെന്നുമാണ്. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.